ഹലോ ഫ്രണ്ട്സ്, ഡേയ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. സോ കുറേ ദിവസം പഠിക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഒന്നേന്ന് എല്ലാം സ്റ്റാർട്ട് ചെയ്യണം എന്നും പറഞ്ഞ് പുതിയൊരു മോർണിംഗ് ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കി നിൽക്കുവാണ്. ആകാശത്ത് നല്ല മേഘങ്ങളൊക്കെ ഇങ്ങനെ തിക്കി നിരങ്ങി നിൽപ്പുണ്ട്. ഇപ്പോൾ ഫുള്ളിങ്ങനെ മേഘാവൃതമായ ആകാശമാണ്, മഴയും ഒക്കെയാണ്. ഒരു കാലാവസ്ഥ ഇപ്പോൾ അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ എൻ്റെ റൂമുണ്ടല്ലോ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുവാണ്. നിങ്ങൾക്കറിയാലോ റൂം ക്ലീൻ ചെയ്താലേ എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ആദ്യം തന്നെ റൂം ക്ലീൻ ചെയ്യണം. ഞാൻ ഇന്നലെ ഈവനിങ് തുണിയൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ ജോലിയൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കി ഇവിടെ മൊത്തം ഒന്ന് ക്ലീൻ ആക്കണം. അപ്പം നിങ്ങളും പഠിക്കാൻ മടി പിടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ റൂമൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ് ഫീൽ കിട്ടും. പിന്നെ പഠിച്ചു തുടങ്ങാം. പിന്നെ ഒരു ടിപ്പ് പറയാനുള്ളത്, നമ്മുടെ റൂമിൽ തന്നെ സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൂടുതലും നമ്മുടെ ബെഡിലോട്ട് കിടന്ന് ഉറങ്ങാൻ തോന്നും. ഇതിപ്പോൾ എൻ്റെ റൂമിൻ്റെ ഒരു സ്റ്റഡി ടേബിൾ ആണെങ്കിലും ഞാൻ വേറൊരു റൂമിൽ ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യാത്തൊരു റൂമുണ്ട്. അപ്പോൾ അവിടെ സ്റ്റഡി ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ എനിക്ക് അത്ര ഒരു ഇഷ്യൂസ് ഉണ്ടാവുന്നില്ല. നേരത്തെ ഇവിടെ ഇരുന്ന് പഠിക്കുന്നതിൻ്റെയും കാലം എനിക്ക് ഇപ്പോൾ അവിടെ ഇരുന്നപ്പോൾ കുറച്ച് കൂടുതൽ സമയം എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം അതായിരിക്കും നല്ലത്. സോ മാക്സിമം നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിന് ഹാളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോണിൽ നമുക്ക് അങ്ങനെ ഒരു ഏരിയ കണ്ടെത്താൻ പറ്റി അതായിരിക്കും നല്ലത്. ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ റൂമിൽ തന്നെ മാക്സിമം പറ്റുന്ന രീതിയിൽ ട്രൈ ചെയ്യാൻ നോക്കാം. അപ്പം ടേബിൾ ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ബെഡും കൂടി ഒന്ന് വിരിച്ചാൽ ഒരുവിധം സെറ്റാവും. ഇത് ശരിക്കും ഞാൻ ഒരു വീക്ക് മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത് കേട്ടോ. ബെഡും ഓക്കെ ആക്കി. അപ്പോൾ എൻ്റെ റൂം ക്ലീനിങ് എൻ്റെ പഠിക്കുന്നതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് അല്ലേ. പിന്നെ നിങ്ങൾക്ക് പുഴ കാണിച്ചു തരാം. പുഴ നന്നായിട്ട് വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, അവിടെ നല്ല രീതിയിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചെടികളൊക്കെ കുറേ മഴയായതുകൊണ്ട് നശിച്ചും പോയി. ആ കൽപ്പടവൊക്കെ ഒരുപാട് കയറി കിടന്നതായി. ഇപ്പോൾ 2 ദിവസമായിട്ട് കുറച്ചിറങ്ങി, എന്നാലും നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒന്ന് കുളിച്ച് എൻ്റെ മോർണിംഗ് സ്കിൻ കെയറൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്തൊന്ന് വരുത്തി. കുറേ നാൾക്ക് ശേഷമുള്ള ഒരു പുതിയ തുടക്കമല്ലേ, ഒന്നും കുറയ്ക്കേണ്ടെന്ന് കരുതി. അതിനുശേഷം കുറച്ച് വെള്ളമൊക്കെ കുടിച്ച ശേഷം ഞാൻ പഠിക്കാനായിട്ട് ഇരിക്കുകയാണ് ചെയ്തത്. ഞാൻ PSC ബുള്ളറ്റിൻ വരുത്താൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പക്ഷേ മോക്ക് ടെസ്റ്റ് നോക്കിയപ്പോൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് ഈ ഒരു തൊഴിൽ വീതിയും കൂടി വാങ്ങി. ഇതിൽ മോക്ക് ടെസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ തൊഴിൽ വീതി ഇനിയിപ്പോൾ ഞാൻ PSC ബുള്ളറ്റിൻ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ PSC ബുള്ളറ്റിൻ തന്നെയായിരിക്കും നോക്കുന്നത്. ഒരുപാടൊന്നും നോക്കിയില്ല, ജസ്റ്റ് ഫസ്റ്റ് 2 പേജസാണ് നോക്കിയത്. അതിനുശേഷം ഓൺലൈനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു PSCയുടെ യൂട്യൂബ് ചാനൽ നോക്കി അതിൽ ജസ്റ്റ് ഇങ്ങനെ തരുന്ന ഒരു വീഡിയോ നോക്കിയാണ് ചെയ്തത്. അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെല്ലാം എഴുതി വെക്കാൻ ശ്രമിക്കുക. എഴുതാൻ മടി ഉണ്ടാവും, പക്ഷേ കാര്യമില്ല, നമ്മൾ മാക്സിമം എഴുതാൻ തന്നെ ശ്രമിക്കുക. ഇല്ലെങ്കിൽ അത് ഒരു ഉപയോഗം ഇല്ലാതായി പോകും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് മുഷിഞ്ഞതിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. സോ ഈവനിങ് നമ്മളൊന്ന് പുറത്തേക്കൊക്കെ പോയി, മോളിലായിരുന്നു പോയത്. ടോട്ടലി ഒന്ന് റിലാക്സ് ആയെന്ന് തന്നെ പറയാം. പിന്നെ അതുകൊണ്ട് പഠിക്കാനൊന്നും പറ്റിയില്ല. രാത്രി നല്ല മഴയായിരുന്നു. മഴയത്താണ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അടുത്ത ദിവസങ്ങളിൽ ഇനി സ്റ്റഡി ടൈം ഇൻക്രീസ് ചെയ്ത് കൂടുതൽ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം. അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാമിന് 1 മാസം കഷ്ടിച്ചേ ഉള്ളൂ. അതിൻ്റെ സ്റ്റഡി ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഷോർട്ടിൽ പോയി നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ടും കാണുന്നത് വരേക്കും ബൈ.